സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ നായർ മുതൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഗാന സാമ്രാജ്യങ്ങൾ എല്ലാം കൊണ്ടും തൊഴിലേക്ക് ഏതാണ്ട് 50 വർഷക്കാലം കഥകളി സംഗീതത്തെ നമ്മളെ ലയിപ്പിച്ച് ആസ്വദിപ്പിച്ച് കഥകളിയുടെ നാനാ വശങ്ങളിലും ആഴങ്ങളിൽ ചിന്തിച്ചു പഠിച്ചു കഥകളി ആലോചിച്ച് വളർത്തിയ ശ്രീ പണ്ഡം മാധവനാശാനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. എത്ര വേണേലും പറയാൻ എൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിമത്തിലേക്ക് കടക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് 5 വയസ്സ് പ്രായങ്ങൾ കണ്ടു, കേട്ടു, രുചിച്ചു, അനുഭവിച്ചു. അമ്മയുടെ മടിയിലിരുന്ന് ആ ഗാനം ആസ്വദിച്ചു വളർന്ന ഒരെളിയ കഥകളി ആസ്വാദകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിദ്ധി മറ്റു പലരിലും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിലരുടെ മുഖം ചുളിയും. ഞാനതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സിദ്ധിയായിരുന്നു മാധവനാശാൻ. 10 മണിക്ക് വിളിച്ചു പറയുന്നു ആശാരിക്ക് കടയുണ്ട്. 10 മണിക്ക് വിളിച്ചു പറയുന്നു ആശാരിക്ക് കടയുണ്ട്. എന്നാ ഞാൻ ഒരാളല്ല. 1 മണിക്കൂറേയുള്ളൂ കഥ ആരംഭിക്കാൻ. 1 മണിക്കൂർ കഥ എന്താണ്? ഗംഭീരത്വമാണ്. അതിന് നല്ല നന്നേക്കാം. അദ്ദേഹത്തിന് പുസ്തകം വേണ്ട, ബുക്ക് വേണ്ട, ആരും ചോദിക്കേണ്ട. നിമിഷാന്തരത്തിൽ തന്നെ കഥയുടെ തൊഴിൽ മനസ്സിലാക്കിക്കൊണ്ട് ആസ്വാദകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഹൃദയസ്ഥമായ എല്ലാ കഥകളും ഏത് നിമിഷത്തിലും ഏതൊരക്കത്തിലും അവതരിപ്പിക്കുവാൻ പ്രാപ്തനായ ഒരു കലാകാരനായിരുന്നു പണ്ഡം മാധവനാശാൻ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ആയതുകൊണ്ട് മാത്രമാണ് ഈ 11ാമത് വർഷം ഇങ്ങനെ ഒരു സന്ദർഭം ഇവിടെയുണ്ടായി. ഇത്രയും പ്രകടനത്തിൻ്റെ സാക്ഷ്യം നൽകി നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കുവാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ സകല പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വേദിയിൽ ധാരാളം ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളിൽ